കോഴിക്കോട് കോർപ്പറേഷനിലെ കെട്ടിട നികുതി തട്ടിപ്പിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാൻ വിധി. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് വിധി. അതേസമയം കുറ്റക്കാർക്ക് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കിയത് മേയറും സെക്രട്ടറിയുമാണെന്നാണ് പ്രതിപക്ഷ ആരോപണം. സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ പരിശോധനയിൽ 4427 കെട്ടിടങ്ങൾക്ക് അനധികൃത നമ്പർ നൽകിയെന്നായിരുന്നു കണ്ടെത്തൽ. സോഫ്റ്റ്വെയറിൽ കൃത്രിമം കാണിച്ചാണ് തട്ടിപ്പ് നടന്നതെന്നും കണ്ടെത്തിയിരുന്നു. തുടർന്നായിരുന്നു ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. തുടർന്ന് നൽകിയ പരാതിയിലാണ് ട്രൈബ്യൂണൽ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത്. മുനിസിപ്പൽ ചട്ടങ്ങൾ പാലിക്കാത്ത സസ്പെൻഷൻ നിലനിൽക്കില്ലെന്നാണ് ട്രൈബ്യൂണലിന്റെ കണ്ടെത്തൽ. എന്നാൽ കുറ്റക്കാർക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് കോർപ്പറേഷനാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. തദ്ദേശ സ്ഥാപനങ്ങളിൽ തന്നെ നടന്ന ഏറ്റവും വലിയ അഴിമതിയായിട്ടാണ് കെട്ടിട നമ്പർ കേസിനെ അന്ന് ജനങ്ങളും അതുപോലെ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളത്. ഇത്ര വലിയ അഴിമതി നടന്നു കഴിഞ്ഞാലും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കുക എന്നുള്ള കാര്യമാണ് ഭരണസമിതിയും സെക്രട്ടറിയും മേയറും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ധാർമ്മികമായി ഈ ഒരു സ്ഥാനത്തിരിക്കാൻ മേയർ യോഗ്യല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സെക്രട്ടറിയെ ഏറ്റവും അത്യാവശ്യമായി അവരെ സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ്. കോർപ്പറേഷൻ സെക്രട്ടറിയുടെയും മേയറുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണ് കുറ്റക്കാർക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത്. ക്രിമിനൽ കുറ്റം ചുമത്തപ്പെട്ട പ്രതികളെ രക്ഷിച്ച മേയർ രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യവും ശക്തമാണ്. നിലവിൽ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലാണ്. വിജിലൻസ് അന്വേഷണം ഏറ്റെടുക്കണമെന്നും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. ജനം, കോഴിക്കോട്.